മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കളിച്ച 2 കുട്ടികൾക്ക് സൂര്യാതപമേറ്റു. പൈങ്കണ്ണൂർ നിരപ്പിൽ പ്രമോദ് ഷാനില ദമ്പതികളുടെ 3 വയസ്സും 5 വയസ്സുമുള്ള ആൺകുട്ടികൾക്കാണ് പൊള്ളലേറ്റത്. ശരീരത്തിലുണ്ടായ ചെറിയ കുമിളകൾ വലുതായതോടെ കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ശാന്തകുമാർ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. ശാന്തകുമാർ, ഇത് വലിയ തരത്തിലേക്ക് ഈ സൂര്യാതപവും ഒക്കെ ഒരു ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ കണ്ണൂരിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ പൊള്ളലേൽക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും വൈകിട്ട് 3 മണിവരെ ഈ ചൂടിൽ നിന്ന് മാറി നിൽക്കണം, സ്വയം ഒരു ലോക്ക്ഡൌൺ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഈ സംഭവത്തിൽ എന്താണ് നിലവിൽ കുട്ടികളുടെ ആരോഗ്യാവസ്ഥ? രുചിഷ, ഈ ചൊവ്വാഴ്ചയാണ് ഈ കുട്ടികളുടെ ശരീരത്തിൽ ഇത്തരം കുമിളകൾ ഉയർന്നു വന്നത് വീട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ വളാഞ്ചേരി പൈങ്കുന്നൂർ സ്വദേശികളായ ഈ പ്രമോദും ഷാനിലയും അവർ വിദേശത്താണ്. അവർ കുട്ടികൾക്കൊപ്പം വിദേശത്ത് തന്നെയാണ്. അവർ ഒരാഴ്ച മുമ്പാണ് നാട്ടിലെത്തുകയും ചെയ്തത്. അതിനുശേഷം കുട്ടികൾ വീട്ടിൽ വന്നപ്പോൾ വീട്ടിന് പുറത്ത് കളിക്കുന്നത് പതിവുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ചൊവ്വാഴ്ച ഇത്തരത്തിൽ ശരീരത്തിന് മുകളിലെല്ലാം ഇത്തരം കുമിളകൾ പൊങ്ങി വരുന്നതെല്ലാം ശ്രദ്ധയപ്പെട്ടത്. പിന്തുടർന്ന് ആശുപത്രി പോയപ്പോഴാണ് ഇത് വെയിലത്ത് കളിച്ചിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് ഡോക്ടർമാർ അതിനെ സ്ഥിരീകരിച്ചത് സൂര്യാതപം ഏറ്റതാണ് എന്നുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ സൂര്യാതപം ഏറ്റുന്ന റിപ്പോർട്ടുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വണ്ടൂരിലുണ്ടായി. തൊട്ട് 2 ദിവസം മുമ്പ് തന്നെ എടവണ്ണയിലും സമാനമായ രീതിയിലുണ്ടായിരുന്നു. ശക്തമായ ചൂട് തന്നെയാണ് എല്ലായിടത്തും. അത് മലപ്പുറത്തും തുടരുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ കുട്ടികളുടെ ആരോഗ്യനില, ഈ 2 കുട്ടികളുടെയും ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. അവർ വീട്ടിൽ തന്നെ സുഖമായി തുടരുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. എന്തായാലും കർശന നിയന്ത്രണമുണ്ട് എല്ലാ പൊതുജനങ്ങൾക്കാകെ പുറത്തിറങ്ങുന്നതിന്. എങ്കിലും ഇത്തരം സംഭവങ്ങളെല്ലാം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. രുചിഷ, ശാന്തകുമാർ, ഈ മറ്റ് ഒരു നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. കാരണം വെള്ളം കുടിക്കണം, അതോടൊപ്പം ഈ ചൂട് കാലമാണ്, 3 മണി വരെ പുറത്തിറങ്ങരുത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. സംസ്ഥാനമാകെ തന്നെ ആരോഗ്യവകുപ്പ് ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. തീർച്ചയായും പുറത്ത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം തന്നെയാണ് എല്ലാവരും പുറത്തിറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതായത് പരമാവധി നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വെക്കേഷൻ ക്ലാസ്സുകൾക്ക് ഉൾപ്പെടെയുള്ളവയ്ക്ക് അവയെല്ലാം ഇപ്പോഴും അതേപടി തന്നെയാണ്. അത്തരം ക്ലാസ്സുകളും ഇല്ലെങ്കിൽ ട്യൂഷൻ സെന്ററുകളും കോച്ചിങ് സെന്ററുകളെല്ലാം പാലിക്കുന്നു എന്ന് തന്നെ ഏറെ ശുഭകരമായ ഒരു കാര്യമാണ്. എന്തായാലും കുട്ടികൾ ഉൾപ്പെടെ പകൽ സമയത്ത്, അതായത് രാവിലെ ഒരു 11 മണി മുതൽ 3 മണി വരെ പുറത്ത് ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശം എല്ലായിടത്തുമുണ്ട്. ഒഴിച്ചുകൂടാനാവാത്തവർ മാത്രമാണ് ഇപ്പോൾ പുറത്ത് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ചില ജോലികൾക്ക് റോഡിലും ഇല്ലെങ്കിൽ പൊതുയിടങ്ങളിലും നിൽക്കേണ്ടത് അത്യാവശ്യമായി മാറുന്നു എന്നുള്ളത് മാത്രമാണ് ഏറെ പ്രയാസമുണ്ടാക്കുന്നത്. എന്തായാലും അവയെല്ലാം നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും കർശന നിയന്ത്രണം ഇപ്പോൾ വരുന്നുണ്ട്. അവയെല്ലാം പാലിക്കാൻ തന്നെയാണ് ജനങ്ങൾക്ക് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ പോലീസും ആരോഗ്യവകുപ്പും എല്ലാം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി ശാന്തകുമാർ, എന്തായാലും